ഹായ് ആൾ, നമ്മുടെ സാനിറ്ററി കെമിസ്ട്രി സിലബസിലെ 8ാമത്തെ മൊഡ്യൂളിന്റെ റിവിഷൻ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോ നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 8ാമത്തെ മൊഡ്യൂൾ വീഡിയോസ് അതിന്റെ ടോപ്പിക്സ് ഫുള്ള് എല്ലാവരും കണ്ട ശേഷം മാത്രം ഈ റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് മുൻ വർഷങ്ങളിൽ നമ്മുടെ PSC ചോദിച്ച ക്വസ്റ്റ്യൻസും അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ PYQs അതായത് നമ്മുടെ ക്വസ്റ്റ്യൻസിലൂടെ നമുക്ക് നമ്മുടെ ടോപ്പിക് റിവൈസ് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മുടെ 8ാമത്തെ മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് എന്തായിരുന്നു? മൈക്രോസ്കോപ്പി ആയിരുന്നു അല്ലെ? അപ്പൊ അതിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ദ ഫസ്റ്റ് മൈക്രോസ്കോപ്പ് വാസ് ഇൻവെന്റഡ് ബൈ. ഓക്കെ, ആരാണ് നമ്മുടെ ഫസ്റ്റ് മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത്? സക്കറിയാസ് ജാൻസൺ ആണ് അല്ലെ? ഇവിടെ 4 ഓപ്ഷൻസ് ഉണ്ട്: റോബർട്ട് ഹുക്ക്, നോളാൻ റോസ്ക, കെപ്ലർ ആൻഡ് ഗലീലിയോ, സക്കറിയാസ് ജാൻസൺ. അപ്പൊ ഇതിൽ ഈ 4 ഓപ്ഷൻസും എന്താണ്? 4 ഓപ്ഷൻസും നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ പേരുകളാണ്. ഓക്കെ, അപ്പൊ അതിൽ ആദ്യമായിട്ട് നമ്മുടെ മൈക്രോസ്കോപ്പ് ഇൻവെന്റ് ചെയ്തത് ആരാണ്? സക്കറിയാസ് ജാൻസൺ ആണ്. ഓക്കെ, അപ്പൊ ഇതിലിതാ നമ്മുടെ ഹിസ്റ്ററി ഒന്ന് നോക്കാം നമുക്ക് മൈക്രോസ്കോപ്പിന്റെ. അപ്പൊ ഫസ്റ്റ് ആയിട്ട് കണ്ടെത്തിയത് ഹാൻസ് ജാൻസൺ ആൻഡ് ഹിസ് സൺ സക്കറിയാസ് ജാൻസൺ ആണ് ഫസ്റ്റ് മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. ദെൻ ഗലീലി എന്ത് കണ്ടെത്തി? ഓഷിയോലിനോ എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടെത്തി. ആ മൈക്രോസ്കോപ്പ് ആണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ് റൂം മൈക്രോസ്കോപ്പ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ എന്താണ്? നമ്മുടെ ആന്റൺ വാൻ ലീവൻ ഹോക്ക് എന്ത് കണ്ടെത്തി? നമ്മുടെ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് ആദ്യമായിട്ട് മൈക്രോ ഓർഗാനിസത്തെ അദ്ദേഹം ഡിസ്ക്രൈബ് ചെയ്തു. അപ്പോ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്നും ഫാദർ ഓഫ് മൈക്രോസ്കോപ്പി എന്നും അറിയപ്പെടുന്നത് ആരാണ്? നമ്മുടെ ആന്റൺ വാൻ ലീവൻ ഹോക്ക് ആണ്. ഓക്കെ, ഇതിനാരാണ്? റോബർട്ട് ഹുക്ക് എന്താ ചെയ്തത്? നമ്മുടെ കോർക്ക് സെല്ലിനെ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തു. എന്നിട്ട് അദ്ദേഹം ആ കോർക്ക് കോർക്കിനെ അതിലെ ഒബ്സർവ് ചെയ്ത ശേഷം അതിനെ സെൽസ് എന്ന് ആദ്യമായിട്ട് നാമകരണം ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്ക് ആണ്. ദെൻ ദ ടേം മൈക്രോസ്കോപ്പ് എന്ന ആ ഒരു വേർഡ്, മൈക്രോസ്കോപ്പ് എന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത് ആരാണ്? ഫേബർ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ജസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ ആ ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. ദെൻ ഹു വാസ് ദ ഫസ്റ്റ് ടു ഡിസ്ക്രൈബ് സെൽസ് ഇൻ ഡെഡ് കോർക്ക് ടിഷ്യൂ? അതായത് ഡെഡ് കോർക്ക് ടിഷ്യൂല് നോക്കിയിട്ട് അതിനെ സെൽസ് എന്ന് മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്തിട്ട് അതിനെ സെൽസ് എന്ന് ആദ്യമായിട്ട് വിളിച്ചത് ആരാണ്? നമ്മൾ പറഞ്ഞു ആരാണ്? റോബർട്ട് ഹുക്ക് ആണ് അല്ലെ? റോബർട്ട് ഹുക്ക് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ഹെൽപ്പ് ഇൻ ഗ്യാതറിംഗ് ആൻഡ് ഫോക്കസിംഗ് ലൈറ്റ് റേസ് ഓൺ ദ സ്പെസിമെൻ ടു വ്യൂഡ്? അതായത് നമ്മുടെ ഈ ലൈറ്റ് റേസിനെ നമ്മുടെ ഫോക്കസിലേക്ക് ഗ്യാദർ ചെയ്യുന്നത് ആരാണ്? മൈക്രോസ്കോപ്പിന്റെ ഏത് പാർട്ടാണ്? ആൻസർ പറയോ, ഏത് പാർട്ടാണ്? നമ്മുടെ മൈക്രോസ്കോപ്പിന് ഏതൊക്കെ പാർട്സ് ഉണ്ട്? ഒരു ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസസ് ഉണ്ട് അല്ലെ? ഐ പീസ് ഉണ്ടായിരിക്കും, ഒബ്ജക്റ്റീവ് ലെൻസസ് ഉണ്ടായിരിക്കും, കണ്ടൻസർ ലെൻസസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നമ്മുടെ സ്പെസിമെനിലേക്ക് നമ്മുടെ ലൈറ്റ് റേസിനെ ഗ്യാദർ ചെയ്തതിനെ ഫോക്കസ് ചെയ്യുന്നത് ആരാണ്? കണ്ടൻസർ ലെൻസ് ആണ്. ഓക്കെ ആണല്ലോ? ആരാണ്? കണ്ടൻസർ ലെൻസ് ആണ്. ഓക്കെ, ഇതാ അപ്പൊ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടെയ്ൻ 3 സെപ്പറേറ്റ് ലെൻസ് സിസ്റ്റം. എന്തൊക്കെ ഉണ്ടായിരിക്കും? ഒരു ഐ പീസ് ഉണ്ടായിരിക്കും. എന്താ ഐ പീസ് എന്ന് പറഞ്ഞാല്? ഐ പീസിന്റെ മറ്റൊരു പേരെന്താണ്? ഒക്യുലാർ ലെൻസ് എന്നാണ് അല്ലെ? അതായത് ഈ ഐ പീസിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഒബ്ജക്റ്റിനെ വ്യൂ ചെയ്യുക. ഓക്കെ, ഇതിന് ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടായിരിക്കും. ഈ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് എന്ത് ചെയ്യുക? നമ്മുടെ ഇമേജിനെ നമ്മുടെ സ്പെസിമിനെ മാഗ്നിഫൈ ചെയ്യാം അല്ലെ? then എന്താണ്? ഒബ്ജക്റ്റീവ് ലെൻസസ്. ദെൻ എന്തുണ്ടായിരിക്കും? നമ്മുടെ കണ്ടൻസർ ലെൻസസ് ഉണ്ടായിരിക്കും. കണ്ടൻസർ ലെൻസ് എന്താ ചെയ്യുക? നമ്മൾ പറഞ്ഞു നമ്മുടെ ലൈറ്റ് റേസിനെ ഗ്യാദർ ചെയ്തിട്ട് നമ്മുടെ സ്പെസിമിനിലേക്ക് ഫോക്കസ് ചെയ്യുന്നത് ആരാണ്? കണ്ടൻസർ ലെൻസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ്? കണ്ടൻസർ ലെൻസ്. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ലൈറ്റ് മൈക്രോസ്കോപ്പി ദ ഹയസ്റ്റ് റെസൊല്യൂഷൻ ഈസ് അറ്റൈൻഡ് വിത്ത്? എന്താ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാല്? ഇപ്പൊ അടുത്തടുത്തിരിക്കുന്ന 2 പോയിന്റ്സ്, ഒരു വസ്തുവിലുള്ള 2 പോയിന്റ്സിനെ, അടുത്തടുക്കുന്ന 2 പോയിന്റ്സിനെ നല്ല ക്ലിയർ ആയിട്ട്, ഓക്കെ, അതിനെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന
കഴിയുന്നതിനെയാണ് നമ്മൾ റെസൊല്യൂഷൻ എന്ന് പറയുക. അപ്പൊ നമുക്ക് ഹൈ റെസൊല്യൂഷൻ എപ്പോഴാ കിട്ടുക? അതായത് the limit of resolution is the smallest distance by which two objects can be separated and still be distinguishable as two separate objects. അതായത് രണ്ട് ഒബ്ജക്റ്റിനെ അതിന്റെ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാവുന്ന ഏറ്റവും സ്മോളസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ലിമിറ്റ് ഓഫ് റെസൊല്യൂഷൻ എന്ന് പറയുക. അപ്പോ ഈ റെസൊല്യൂഷൻ, അതായത് ഗ്രേറ്റസ്റ്റ് റെസൊല്യൂഷൻ ഇൻ മൈക്രോസ്കോപ്പി ഈസ് ഒബ്റ്റൈൻഡ് വിത്ത് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത്. അതായത് ഏറ്റവും കൂടുതൽ ന്യൂമറിക്കൽ അപ്പർച്ചറും അതുപോലെ തന്നെ ഏറ്റവും കുറവ് വേവ് ലെങ്ത്തുമുള്ള ലൈറ്റ് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുക? നല്ല റെസൊല്യൂഷൻ ലഭിക്കുക. ഓക്കെ, അതായത് നന്നായിട്ട് വസ്തുക്കളെ നന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട്, അതായത് അടുത്തടുത്തിരിക്കുന്ന രണ്ട് പോയിന്റ്സിനെ നന്നായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അപ്പൊ ഇതിന്റെ ഒരു ഇക്വേഷൻ നോക്കാം. ഓക്കെ, ഡി ഈക്വൽ വേവ് ലെങ്ത് ബൈ 2n. ഓക്കെ, അപ്പൊ നമുക്ക് ഇക്വേഷൻ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നും. എന്ത്? ഇക്വേഷനിൽ എന്താണ് വേവ് ലെങ്ത്, അതായത് ഡി വേവ് ലെങ്ത്, അതായത് ന്യൂമറിക്കൽ അപ്പർച്ചർ കുറവല്ലേ കൂടുതലല്ലേ വേണ്ടത്, അതുപോലെ വേവ് ലെങ്ത് കൂടുതലല്ലേ വേണ്ടതെന്നൊക്കെ നമുക്ക് എന്ത് തോന്നും? അതായത് ന്യൂമറിക്കൽ അപ്പർച്ചർ കുറവും വേവ് ലെങ്ത് കൂടുതലും അല്ലെങ്കിൽ നമുക്ക് എന്ത് തോന്നും? ഈ ഇക്വേഷൻ കാണുമ്പോൾ തോന്നും. അങ്ങനെയല്ല. അതായത് ഈ ഇക്വേഷൻ എന്താണ്? ഡി ഈക്വൽ വേവ് ലെങ്ത് ബൈ 2 ഇൻറ്റു ന്യൂമറിക്കൽ അപ്പർച്ചർ. അതായത് ഈ ഡി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇതിൽ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും കുറവാവുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് ഹൈ റെസൊല്യൂഷൻ ലഭിക്കുക, അല്ലെ? അപ്പൊ അതാണ് ഈ ഡി എന്ന് പറയുന്നത്. ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്, ആ രണ്ട് ഒബ്ജക്ട്സ് തമ്മിലുള്ള ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ആ ഡി എന്ത് വേണം? കുറയണം, അല്ലെ? ആ ഡിസ്റ്റൻസ് കുറഞ്ഞാൽ മാത്രമേ റെസൊല്യൂഷൻ കൂടുകയുള്ളൂ. മനസ്സിലായോ? അതായത് ഒരു വസ്തുവിനെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ അതിലെ ഏറ്റവും കുറവുള്ള, അതായത് അതിലെ ഏറ്റവും രണ്ട് പോയിന്റ്സ്, അതായത് ആ വസ്തുവിനെ നന്നായിട്ട് ക്ലിയർ ചെയ്യണമെങ്കിൽ എന്ത് വേണം? അതിലെ ഓരോ സംഭവങ്ങളും നമുക്ക് വ്യക്തമായിട്ട് കാണണം. അപ്പൊ നല്ല റെസൊല്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ വ്യക്തമായിട്ട് കാണാൻ കഴിയുള്ളൂ. ഓക്കെ ആണല്ലോ? അപ്പോ ആ പോയിന്റ്സ്, അതിലെ ഏറ്റവും ഒരു വസ്തുവിലെ ഏറ്റവും രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും മിനിമം ആകുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുക? നല്ല റെസൊല്യൂഷൻ ലഭിക്കുക. അപ്പൊ ആ ഡിസ്റ്റൻസ് മിനിമം ആകണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വേവ് ലെങ്ത് ഇവിടെ കുറയ്ക്കണം, ന്യൂമറിക്കൽ അപ്പർച്ചർ എന്ത് ചെയ്യണം? മാക്സിമം ആക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മുടെ ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞതാട്ടോ. നമ്മുടെ ഈ മൈക്രോസ്കോപ്പിന്റെ ക്ലാസ് നന്നായിട്ട് കാണുക. ഓക്കെ, അപ്പോ അതിൽ ക്ലാസ്സിൽ നമ്മൾ ഇതൊക്കെ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിലെ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ലൈറ്റ് മൈക്രോസ്കോപ്പ്, ദ ഹയസ്റ്റ് റെസൊല്യൂഷൻ ഈസ് അറ്റൈൻഡ്. ഏതാണ് ഇതിൽ ഓപ്ഷൻ വരിക? ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ അല്ലേ വരിക? ദ ഷോർട്ടസ്റ്റ് വിസിബിൾ ലൈറ്റ് വേവ് ലെങ്ത് വാസ് ചോസൺ ആസ് വെൽ ആസ് ആൻ ഒബ്ജക്റ്റീവ് വിത്ത് ദ ഹയസ്റ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ. ഹയസ്റ്റ് ന്യൂമറിക്കൽ അപ്പർച്ചർ ആയിട്ടുള്ള ഒബ്ജക്റ്റീവും ദെൻ എന്താണ്? ഷോർട്ടസ്റ്റ് ഷോർട്ടസ്റ്റ് വേവ് ലെങ്ത് ഉള്ള വിസിബിൾ ലൈറ്റ് നമ്മൾ യൂസ് ചെയ്താലാണ് നമുക്ക് എന്ത് ലഭിക്കുക? ഹയസ്റ്റ് റെസൊല്യൂഷൻ ലഭിക്കുക. ഓക്കെ ആണല്ലോ? ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. If the eyepiece magnification of a light microscope is 10x and the objective is 40x, what is the overall magnification? അതായത് ഒരു മൈക്രോസ്കോപ്പിന്റെ ഐപീസിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 10x ആണ്. then അതിന്റെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 40x ആണ്. അപ്പോ ആ മൈക്രോസ്കോപ്പിന്റെ ഓവറോൾ മാഗ്നിഫിക്കേഷൻ എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മളൊരു മൈക്രോസ്കോപ്പിന്റെ ഓവറോൾ മാഗ്നിഫിക്കേഷൻ കാണുക? ഒന്നുമില്ല, നമ്മുടെ ഐപീസിന്റെ മാഗ്നിഫിക്കേഷനും നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിന്റെ മാഗ്നിഫിക്കേഷനും കൂടി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ എത്ര വരിക? ആൻസർ എത്ര വരിക? ഇവിടെ നമ്മുടെ ഐപീസിന്റെ എത്രയാണ്? 10x ആണ്. ദെൻ നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ 40x ആണ്. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുക? 400x. ഓക്കെ, അപ്പൊ എത്രയാണ് അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്? 400x. ഓക്കെ അല്ലേ? ഡൗട്ട് ഒന്നുമില്ലല്ലോ? ഓക്കെ, അപ്പൊ നമ്മളൊരു സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്ക് എത്ര മാഗ്നിഫിക്കേഷൻ, അതായത് ഒരു വസ്തുവിനേക്കാൾ അതിനെ എത്ര മടങ്ങ് നമുക്ക് അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ കഴിയും എന്നാണ് അവിടെ എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്കിവിടെ നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ചിട്ട് നമുക്കൊരു 1000 to 1500 ടൈംസ് അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ കഴിയും.
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണെങ്കിൽ നമുക്ക് എത്ര ഒരു 2 lakh ഓക്കെ നമുക്ക് അതിനെ മാഗ്നിഫൈ ചെയ്ത് കാണാൻ കഴിയും. 2,50,000 ടൈംസ് നമുക്ക് അതിനെ മാഗ്നിഫൈ ചെയ്തിട്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് കാണാൻ കഴിയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ കറക്റ്റ് നെയിം ഫോർ ദ മെയിൻ മൈക്രോസ്കോപ്പ് ലെൻസ് ദാറ്റ് ഫോക്കസസ് ദ ഇമേജ്? നമ്മുടെ ഇമേജിനെ ഫോക്കസ് ചെയ്യുന്ന, അതായത് നമ്മുടെ മൈക്രോസ്കോപ്പിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലെൻസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പോ നമ്മുടെ ഇമേജിനെ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ മൈക്രോസ്കോപ്പിലെ ലെൻസ് ഏതാണ്? ഒക്യുലാർ ആണോ, ബൈനോക്യുലർ, ഒബ്ജക്റ്റീവ്, കണ്ടൻസർ? ഏതാണ് ആൻസർ വരിക? ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് ആൻസർ വരിക. കാരണം എന്താ? ദ ഒബ്ജക്റ്റീവ് ലെൻസ് ഇൻ ദ മൈക്രോസ്കോപ്പ് capture and refract the light reflected from an object, even a tiny object suspended in a drop of water. ഓക്കെ, അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് എന്തിനെ ഫോക്കസ് ചെയ്യുന്നത്? നമ്മുടെ ഇമേജിനെ ഫോക്കസ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, കണ്ടൻസർ നമ്മൾ പറഞ്ഞു. കണ്ടൻസർ എന്തായിരുന്നു? നമ്മുടെ ലൈറ്റിനെ ഗ്യാദർ ചെയ്ത് അതിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മുടെ സ്പെസിമെനിലേക്ക് ഗ്യാദർ ചെയ്യുന്ന ലെൻസ് ആണ് ഏത്? കണ്ടൻസർ ലെൻസ് എന്ന് പറയുന്നത്. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വാസ് മെയ്ഡ് ബൈ, ആരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്? റോബർട്ട് ഹുക്കിന്റെ, നോളാൻ റുസ്ക, കെപ്ലർ ആൻഡ് ഗലീലിയോ, എഫ് ജാൻസൺ ആൻഡ് സെഡ് ജാൻസൺ. റോബർട്ട് ഹുക്ക് എന്തായിരുന്നു? അദ്ദേഹം എന്താ ചെയ്തത്? നമ്മുടെ ഒരു കോർക്കിനെ എടുത്തിട്ട് മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്തിട്ട് ആദ്യമായിട്ട് സെല്ലിന് നാമകരണം ചെയ്തത് ആരാണ്? റോബർട്ട് ഹുക്കാണ്. ദെൻ കെപ്ലർ ആൻഡ് ഗലീലിയോ, കെപ്ലർ ആൻഡ് ഗലീലിയോ ആണ് എന്ത് ചെയ്തത്? ആദ്യമായിട്ട് ഒരു ക്ലാസ് റൂം മൈക്രോസ്കോപ്പ് ആദ്യമായിട്ട് ഫോം ചെയ്തത്. ദെൻ എഫ് ജാൻസൺ ആൻഡ് സെക്കരിയാസ് ജാൻസൺ, ഫാദറും സണ്ണും ആണ്. അവരാണ് ആദ്യമായിട്ട് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്. ദെൻ ആരാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത്? ആരാണ്? പറയൂ. നോൾ ആൻഡ് റസ്ക. ഓക്കെ, അപ്പൊ ഇത് ഒരുപാട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് കണ്ടെത്തിയത് ആരാണ്? നോൾ ആൻഡ് റസ്ക. ഓക്കെ ആണല്ലോ. Why an electron microscope gives higher magnification than an optical microscope? Okay, നമ്മുടെ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിനേക്കാൾ കൂടുതൽ എന്ത് തരും നമുക്ക്? ഹയർ മാഗ്നിഫിക്കേഷൻ തരുന്നത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമുക്ക് തരുന്നുണ്ട്. ഓക്കെ, അപ്പോ എന്തുകൊണ്ടാണത്? Because the wavelength of electron used is smaller compared to that of visible light, because the electron microscope use more powerful lens, because the velocity of electron is less than that of light, because the electron have more energy than light particles. അപ്പൊ ഇതിൽ ഏതാണ് വരിക? ഇതിൽ ആൻസർ ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ, അതായത് നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എന്താണ്? സ്മോളർ വേവ് ലെങ്ത് ആണ്. ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത് എന്ന് പറയുന്നത് കുറവാണ്. അപ്പോ നമ്മൾ പഠിച്ചു ഇലക്ട്രോൺസിന്റെ വേവ് ലെങ്ത്, ഇത് ഷോർട്ടർ വേവ് ലെങ്ത് യൂസ് ചെയ്താൽ എന്ത് ലഭിക്കും? നമുക്ക് ഹൈ റെസൊല്യൂഷൻ ലഭിക്കും, അല്ലെ? അപ്പൊ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഈസ് എ ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ് ദാറ്റ് യൂസസ് ആൻ ഇലക്ട്രോൺ ബീം ഇൻസ്റ്റെഡ് ഓഫ് എ ബീം ഓഫ് ലൈറ്റ് ആസ് സോഴ്സ് ഓഫ് ഇലുമിനേഷൻ. നമ്മളിവിടെ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? ലൈറ്റ് മൈക്രോസ്കോപ്പിൽ ലൈറ്റ് ആയിരുന്നു. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ബീം ആണ്. It can be used to observe both biological as well as non-biological specimen. They have higher magnification and higher resolution than light microscope. എന്താ മാഗ്നിഫിക്കേഷനും റെസൊല്യൂഷൻ നമ്മൾ ഡിഫറൻസ്? മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാല് അതായത് ഒരു വസ്തുവിനെ നമുക്ക് അതിന്റെ എത്ര മടങ്ങ് അതിനെ ലാർജർ ആയിട്ട് കാണാൻ കഴിയുമോ അതാണ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ആ വസ്തുവിൽ എത്ര ക്ലിയർ ആയിട്ട്, നമ്മളിപ്പോ ഒരു ഫോണൊക്കെ നമ്മൾ ക്യാമറ ഒക്കെ സൂം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് നഷ്ടപ്പെടും? അതിന്റെ ക്ലാരിറ്റി നഷ്ടപ്പെടും, അല്ലെ? അങ്ങനെ ക്ലാരിറ്റി നഷ്ടപ്പെടാതെ ആ വസ്തുവിനെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുക, അതായത് ആ വസ്തുവിലുള്ള രണ്ട് പോയിന്റ്സിനെ നല്ലതായിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നല്ല റെസൊല്യൂഷനുള്ള മൈക്രോസ്കോപ്പ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ലൊരു മൈക്രോസ്കോപ്പ് നമ്മൾ എപ്പോഴാ പറയുക? അതിന് ബോത്ത് നല്ല മാഗ്നിഫിക്കേഷൻ ഉണ്ടായിരിക്കണം, പിന്നെ എന്തുണ്ടായിരിക്കണം? ഹൈ റെസൊല്യൂഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോ electrons have a far shorter wavelength than visible light. They can produce images with a higher resolution than traditional light microscope. ഇലക്ട്രോൺസിന് എന്താണ്? അതിന്റെ വേവ് ലെങ്ത് വളരെ ഷോർട്ട് ആണ്. നമ്മുടെ വിസിബിൾ ലൈറ്റിനേക്കാൾ എന്താണ്? അതിന്റെ വേവ് ലെങ്ത് ഷോർട്ട് ആണ്. അതുകൊണ്ട് തന്നെ അവയുടെ റെസൊല്യൂഷൻ, അവ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമേജസിന്റെ റെസൊല്യൂഷൻ വളരെ കൂടുതലായിരിക്കും നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിനേക്കാൾ. ഓക്കെ,
അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് നമ്മുടെ സെല്ലിലുള്ള സബ് സെല്ലുലാർ കമ്പോണൻസ്, അതിന്റെ കമ്പാർട്ട്മെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്. അപ്പൊ ഇതിൽ ആൻസർ ഏതാണ്? ഫസ്റ്റ് ഓപ്ഷൻ ആണ്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് യൂസ്ഡ് ഇൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഏതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ബീംസ്, മാഗ്നറ്റിക് ഫീൽഡ്സ്, ലൈറ്റ് വേവ്സ്, ഇലക്ട്രോൺ ബീംസ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. അപ്പൊ ഏതാണ് ആൻസർ വരിക? ആൻസർ ഡി ആണ് വരിക. ഇലക്ട്രോൺ ബീംസ് പ്ലസ് മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ, നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നുണ്ട്. Electron microscope uses electron beams and magnetic fields to produce the image, whereas the light microscope uses light waves and glass lenses. നമ്മുടെ ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ഏതായിരുന്നു? ഇലുമിനേഷൻ സോഴ്സ് ആയിട്ട് ലൈറ്റ് വേവ്സും ലെൻസസ് എന്താണ്? ഗ്ലാസ് ലെൻസസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലെൻസസ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീംസും മാഗ്നറ്റിക് ഫീൽഡ്സുമാണ് നമ്മൾ അവിടെ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി മച്ച് ഹയർ റെസൊല്യൂഷൻ ഈസ് ഒബ്റ്റൈൻഡ് വിത്ത് എക്സ്ട്രീംലി ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ബീം. നമ്മൾ പറഞ്ഞ കാര്യമാണ്, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ്? ഷോർട്ട് വേവ് ലെങ്ത് ഓഫ് ഇലക്ട്രോൺ ബീം ആണ് നമ്മൾ സോഴ്സ് ഓഫ് ഇലുമിനേഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ്? ഹയർ റെസൊല്യൂഷൻ ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റും. ദെൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ, ലൈറ്റ് മൈക്രോസ്കോപ്പിൽ നമ്മൾ ലെൻസസും ദെൻ ലൈറ്റ് വേവ്സും യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ്സും ഇലക്ട്രോൺ സോഴ്സും യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഓക്കെയാണല്ലോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ ട്രൂ ഫോർ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഏറ്റവും ട്രൂ ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? സ്റ്റേറ്റ്മെന്റ് ഏതാണ്? സ്പെസിമെൻ ഷുഡ് ബി തിൻ ആൻഡ് ഡ്രൈ. നമ്മുടെ സ്പെസിമെൻ എന്തായിരിക്കണം? തിൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ എ ഫോസ്ഫോറസെന്റ് സ്ക്രീൻ. ഇലക്ട്രോൺ ബീം മസ്റ്റ് പാസ് ത്രൂ ഇവാക്യുവേറ്റഡ് ചാമ്പർ. ഇതിൽ എന്താണ്? നാലാമത്തെ ഓപ്ഷൻ എന്താണ്? ഈ മേലെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അതായത് സ്പെസിമെൻ ഷുഡ് ബി തിൻ ആൻഡ് ഡ്രൈ, ഇമേജ് ഈസ് ഒബ്റ്റൈൻഡ് ഓൺ എ ഫോസ്ഫോറസെന്റ് സ്ക്രീൻ ആൻഡ് ഇലക്ട്രോൺ ബീം മസ്റ്റ് പാസ് ത്രൂ ഇവാക്യുവേറ്റഡ് ചാമ്പർ. ഓക്കെ, അപ്പൊ ഇതിൽ ആൻസർ ഏതാണ്? നമ്മുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം, അല്ലെ? എന്തായിരിക്കണം? നമ്മുടെ സ്പെസിമെൻ തിൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം. ദെൻ നമുക്ക് ഇമേജ് ലഭിക്കുക ഫോസ്ഫോറസെന്റ് സ്ക്രീനിലാണ് നമുക്ക് ഇമേജ് ലഭിക്കുക. എന്താണ്? നമ്മുടെ ഇലക്ട്രോൺ ബീം എന്തിലൂടെയാണ് പാസ് ചെയ്യുക? ഇവാക്യുവേറ്റഡ് ചാമ്പറിലൂടെയാണ് പാസ് ചെയ്യുക. അതെ അല്ലേ? നമ്മുടെ ഇലക്ട്രോൺസിന് പാസ് ചെയ്യാൻ ഒരു മീഡിയം ഒന്നും ആവശ്യമില്ല. ഇവാക്യുവേറ്റഡ് ചാമ്പറിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോൺ ബീംസ് പാസ് ചെയ്യുക. ഇലക്ട്രോൺ ക്യാൻ ട്രാവൽ ഓൺലി ഇൻ ഹൈ വാക്വം. The entire electron path through the instrument must be evacuated. നമ്മുടെ ഇലക്ട്രോൺസിന് വാക്വത്തിലൂടെ ട്രാവൽ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോ ഓൺലി ഇൻ ഹൈ വാക്വം, നല്ല ഹൈ വാക്വം ആയിരിക്കണം. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻസ്ട്രുമെന്റ് ഇവാക്യുവേറ്റഡ് ആയിരിക്കണം. ഇതിന് എന്ത് വേണം? നമ്മുടെ സ്പെസിമെൻ ഷുഡ് ബി കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് പ്രിയർ ടു എക്സാമിനേഷൻ. ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ സ്പെസിമെൻ എന്തായിരിക്കണം? കംപ്ലീറ്റ്ലി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കണം. അതിൽ നനവൊന്നും പാടില്ല, കംപ്ലീറ്റ് ആയിട്ട് അത് ഡ്രൈ ആയിരിക്കണം. ഓക്കെ, ഇത് എന്താണ്? വെരി തിൻ ആയിട്ടുള്ള സ്പെസിമെൻസ് മാത്രമേ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ നമ്മുടെ ഇലക്ട്രോൺസിന് നന്നായിട്ട് അതിൽ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഓക്കെ, ഇതിനെന്താണ്? The magnified image may be viewed on a phosphorescent or fluorescent screen. എങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ മാഗ്നിഫൈ ചെയ്ത ഇമേജ് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എവിടെയാണ് നമുക്ക് കാണാൻ കഴിയുക? ഒന്നല്ലെങ്കിൽ ഫോസ്ഫോറസെന്റ് സ്ക്രീൻ അല്ലെങ്കിൽ ഫ്ലൂറസെന്റ് സ്ക്രീൻ. Which among the following helps us in getting a 3-dimensional picture of the specimen? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് 3-dimensional പിക്ചർ, അതായത് നമ്മുടെ ഒരു സ്പെസിമെന്റെ 3D ഇമേജ് നമുക്ക് കിട്ടണമെങ്കിൽ ഏത് മൈക്രോസ്കോപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്? ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. ഏതാണ്? സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ്, അല്ലെ? അഥവാ സെമ്മിലാണ് നമുക്ക് 3D ഇമേജ് ലഭിക്കുക. The scanning electron microscope lacks the resolving power obtainable with the transmission electron microscope, but has the advantage of revealing the striking 3-dimensional picture. നമ്മുടെ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അഥവാ ടെമ്മിനേക്കാൾ റെസൊല്യൂഷൻ ഒക്കെ കുറവാണ്, റിസോൾവിംഗ് പവർ ഒക്കെ കുറവാണ് നമ്മുടെ സെമ്മിന്. എന്നിരുന്നാൽ കൂടി നമുക്ക് ഒരു 3D ഇമേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് എന്തിനുണ്ട്? നമ്മുടെ
സെമ്മിനുണ്ട്. ദ സർഫസ് ടോപ്പോഗ്രഫി, അതായത് ഒരു സ്പെസിമെനിന്റെ സർഫസ് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സെം, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? The secondary electrons radiated back in scanning electron microscope is collected by, അതായത് നമ്മൾ സ്പെസിമെൻ ഇലക്ട്രോൺസ് വന്ന് അതിനെ ഹിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സെക്കൻഡറി ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ സെക്കൻഡറി ഇലക്ട്രോൺസിനെ നമ്മൾ എവിടെയാണ് കളക്ട് ചെയ്യുക? സ്പെസിമെനിലാണോ, ആനോഡിലാണോ, വാക്വം ചാമ്പറിലാണോ, കാഥോഡിലാണോ? എവിടെയാണ്? നമ്മുടെ ആനോഡിലാണ്. ഓക്കെ. അപ്പോ scanning electron microscope, the surface of the specimen is irradiated with a very narrow beam of electron. Irradiation causes low energy electrons to be ejected from the specimen, which can then collected on a positively charged plate or anode, thereby generating an electric signal. എന്താ പറയുന്നത്? നമ്മൾ സ്പെസിമെനിൽ നമ്മുടെ ഇലക്ട്രോൺ ബീംസ് വന്ന് ഹിറ്റ് ചെയ്യും. അപ്പോ നമ്മുടെ എനർജി കുറഞ്ഞ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോൺസ് അതിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്യും. അതിൽ എനർജി കുറഞ്ഞ സെക്കൻഡറി ഇലക്ട്രോൺസ് ഇവിടെയാണ് വരിക, നമ്മുടെ പോസിറ്റീവ് ചാർജ്ഡ് പ്ലേറ്റ് അല്ലെങ്കിൽ ആനോഡിലാണ് അത് കളക്ട് ചെയ്യുക. ഇത് നമുക്ക് അതിന് ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് നമുക്ക് ലഭിക്കും. Where do we obtain the magnified image of the specimen in SEM? നമുക്ക് നമ്മുടെ സെമ്മിലെ മാഗ്നിഫൈഡ് ആയിട്ടുള്ള ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെയാണ്? സെമ്മിൽ ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ കാഥോഡ് റേ ട്യൂബിലാണ്. ഓക്കെ. In TEM, the image is obtained on phosphorescent screen, but in SEM, the magnified image of the surface topography of specimen is obtained on the cathode ray tube. നമ്മുടെ ടെമ്മിൽ എവിടെയാണ്? നമുക്ക് ഫോസ്ഫോറസെന്റ് സ്ക്രീനിലാണ് നമുക്ക് ഇമേജ് ഒബ്റ്റെയിൻ ചെയ്യുക. എന്നാൽ നമ്മുടെ സെമ്മിലാണെങ്കിൽ നമുക്ക് എവിടെയാ കിട്ടുക? കാഥോഡ് റേ ട്യൂബിലാണ് കിട്ടുക. ഓക്കെ. Which would be the best choice for viewing internal structure of a living protist such as a paramecium? അതായത് ഈ പാരമീസിയം അഥവാ ലിവിങ് ആയിട്ടുള്ള ലിവിങ് പ്രൊട്ടിസ്റ്റ് അല്ലെങ്കിൽ പാരമീസിയത്തിനൊക്കെ ഇന്റേണൽ സ്ട്രക്ചർ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ചോയ്സ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് വിത്ത് എ സ്റ്റെയിൻ, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് വിത്തൗട്ട് എ സ്റ്റെയിൻ, ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ഓക്കെ. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ് വരിക? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആണ്. ഓക്കെ. കാരണം എന്താണ്? ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് ആകുമ്പോൾ മാത്രമേ നമുക്ക് ബ്രൈറ്റ് ഇമേജ് ലഭിക്കുകയുള്ളൂ. ഓക്കെ. അതായത് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ടിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ലഭിക്കണം? ബ്രൈറ്റ് ഇമേജ് ലഭിക്കണം. അപ്പൊ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് റിമൂവ്സ് ദ അൺസ്കാറ്റേർഡ് ബീം ഫ്രം ദ ഇമേജ്. ഓൺലി ലൈറ്റ് ദാറ്റ് ഹാസ് ബീൻ റിഫ്ലക്റ്റഡ് ഓർ റിഫ്രാക്റ്റഡ് ബൈ ദ സ്പെസിമെൻ forms the image. This accomplished through the use of an annular aperture that will produce a hollow cone of light that does not enter the objective lens. അതായത് നമ്മള് ഇവിടെ എന്തായിരിക്കും? നമ്മുടെ ഒബ്ജക്റ്റ് എന്തായിരിക്കും? ഒബ്ജക്റ്റ് ബ്രൈറ്റ് ആയിട്ടും നമ്മുടെ അതിന്റെ ചുറ്റുള്ള ഫീൽഡ് എന്തായിരിക്കും? ഡാർക്ക് ആയിട്ടുമാണ് കാണപ്പെടുക. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്തൊക്കെയാണ്? യൂസ്ഫുൾ ടു ഒബ്സർവ് ലിവിങ് അൺസ്റ്റെയിൻഡ് സാമ്പിൾ, യൂസ്ഫുൾ ടു വിഷ്വലൈസ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ആൽഗെ, യൂസ്ഫുൾ ടു വ്യൂ ബ്ലഡ് സെൽസ് ആൻഡ് ബാക്ടീരിയ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അപ്പോ വിച്ച് വുഡ് ബി ദ ബെസ്റ്റ് ചോയ്സ് ഫോർ വ്യൂവിംഗ് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഓഫ് എ ലിവിംഗ് പ്രോട്ടിസ്റ്റ് സച്ച് ആസ് പാരമീസിയം? അതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് വിത്ത് എ സ്റ്റെയിൻ, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് വിത്തൗട്ട് എ സ്റ്റെയിൻ. ഇവിടെ ആൻസർ എന്താണ്? വിത്തൗട്ട് എ സ്റ്റെയിൻ ആണ്. ഓക്കെ. ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ് വിത്തൗട്ട് എ സ്റ്റെയിൻ. ഇവിടെ സ്റ്റെയിനിന്റെ ആവശ്യമില്ല. ഓക്കെ. നമ്മുടെ ഇമേജ് നമ്മുടെ സ്പെസിമെൻ ബ്രൈറ്റ് ആയിട്ടും ഇമേജ് ബ്രൈറ്റ് ആയിട്ടും അതിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തായിട്ടും കാണപ്പെടും? ഡാർക്ക് ആയിട്ടും കാണപ്പെടും. അപ്പൊ ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ് വിത്തൗട്ട് എ സ്റ്റെയിൻ ആണ് ആൻസർ. ഓക്കെ. Which type of microscope would be the best choice for viewing very small surface structures of a cell? നമ്മുടെ ഒരു സെല്ലിന്റെ സർഫസ് സ്ട്രക്ചർ വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുക? നമുക്ക് സർഫസ് സ്ട്രക്ചർ, അതിന്റെ സർഫസ് ടോപ്പോഗ്രഫി, സർഫസ് സ്ട്രക്ചർ എന്നൊക്കെ വന്നാൽ നമുക്ക് ഫസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഏതാണ്? നമ്മുടെ സെം ആണ്. ഓക്കെ. അപ്പൊ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആണ് അതിന്റെ ആൻസർ.
Okay. What type of microscope uses an annular stop? ഈ ആനുലാർ സ്റ്റോപ്പ് യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഏതാണ്? ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ബ്രൈറ്റ് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഡാർക്ക് ഫീൽഡ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ്. ആനുലാർ സ്റ്റോപ്പ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലാണ്. ഓക്കെ, എന്താ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാല്, അതായത് നമ്മുടെ ലൈറ്റിന്റെ ഫേസ് ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. നമ്മുടെ ലൈറ്റ് പാസ് ചെയ്യുമ്പോൾ അതിന്റെ ഫേസസിൽ ചേഞ്ചസ് വരും. ആ ഫേസസ് ചേഞ്ചസ് അനുസരിച്ച് നമ്മുടെ ഇമേജ് ഫേസ് ചേഞ്ചിനനുസരിച്ച് എന്ത് ചെയ്യാം, ഇമേജ് ചില ഭാഗത്ത് ബ്രൈറ്റ് ആയിട്ടും ചില ഭാഗത്ത് ഡാർക്ക് ആയിട്ടൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പൊ നമുക്കൊരു സെല്ലിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ഒക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതായത് നമ്മൾ നോർമൽ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്ക് എല്ലാതും ഒരുപോലെ ആയിരിക്കും കാണപ്പെടുക. ഓക്കെ, ഫുള്ളൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡലായിരിക്കും കാണപ്പെടുക. എന്നാൽ നമ്മൾ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുമ്പോൾ അതിന് ചില പാർട്സ് നന്നായിട്ട് ബ്രൈറ്റ് ആയിട്ട് കാണപ്പെടും, ചില പാർട്സ് ഡാർക്ക് ആയിട്ട് കാണപ്പെടും. അപ്പൊ നമുക്ക് ഓരോന്നും വളരെ ഡിസ്റ്റിങ്ക്യൂഷബിൾ ആയിട്ട് കാണാൻ കഴിയും. ഓക്കെ, വളരെ വ്യക്തമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയും. അപ്പൊ ലൈറ്റിന്റെ ആ ഫേസ് ചേഞ്ചസ്, ആ ഫേസ് ഡിഫറൻസിനെ ബേസ് ചെയ്തിട്ട് ഉള്ള മൈക്രോസ്കോപ്പ് ആണ്, ആ ഒരു പ്രിൻസിപ്പിൾ ബേസ് ചെയ്തിട്ടുള്ള മൈക്രോസ്കോപ്പ് ആണ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ അതില് അതായത് നമ്മുടെ ഇമേജിന്റെ കോൺട്രാസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും, ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഇമേജ് സർഫസിന്റെ ആ ഒരു കോൺട്രാസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അപ്പോ നമ്മളവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്? ഒരു ആനുലാർ റിങ്, ഓക്കെ, അല്ലെങ്കിൽ ആനുലാർ സ്റ്റോപ്പർ, അതാണ് യൂസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട്. അപ്പോ മൈക്രോസ്കോപ്പ് ആണ്. ഇതിലാണ് അതുള്ളത്, ആനുലാർ സ്റ്റോപ്പ് ഉള്ളത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിലാണുള്ളത്. ഓക്കെ, അപ്പോ നമ്മുടെ മൈക്രോസ്കോപ്പ് എന്നുള്ള നമ്മൾ ഇതുവരെയും മുൻ വർഷങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇതിന് അടുത്തതാണ് സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്. അപ്പോ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോവിങ് അപ്പാരറ്റീസ് യൂസ്ഡ് ടു പ്രൊവൈഡ് സ്റ്റീം അണ്ടർ റെഗുലേറ്റഡ് പ്രഷർ? താഴെ പറയുന്ന ഇൻസ്ട്രുമെന്റ്സിൽ ഏതൊക്കെയാണ് സ്റ്റീം അണ്ടർ റെഗുലേറ്റഡ് പ്രഷറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്? ഓട്ടോക്ലേവ് ഉണ്ട്, ലാമിനാർ എയർ ഫ്ലോ, ഇൻക്യുബേറ്റർ, ഹോട്ട് എയർ ഓവൻ. ഏതാണ് ആൻസർ എടുക്കുക? ഓട്ടോക്ലേവ് ആണ് അല്ലെ? ഓട്ടോക്ലേവ് ആണ് നമ്മൾ എന്ത് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റീം അണ്ടർ റെഗുലേറ്റഡ് പ്രഷറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, the laboratory apparatus designed to use steam under regulated pressure is called autoclave. It is essentially a double-jacketed steam chamber that can maintain steam under pressure and temperature. എന്താണ്, നല്ല പ്രഷർ കൊടുത്തിട്ട് നമ്മുടെ എന്താണ് നമ്മുടെ പ്രഷർ കുക്കറിന്റെ പ്രിൻസിപ്പിൾ തന്നെയാണ്. അതായത് പ്രഷർ കൂട്ടിയിട്ട് അതിന്റെ ബോയിലിംഗ് പോയിന്റ് കൂട്ടുക അല്ലെ? അപ്പോ നന്നായിട്ട് പ്രഷർ കൊടുത്തിട്ട് അവിടെ സ്റ്റീം ജനറേറ്റ് ചെയ്യും. ആ സ്റ്റീം യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുക. അതാണ് നമ്മുടെ ഓട്ടോക്ലേവിന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ ഒരു പ്രഷർ കുക്കറിന്റെ അതേ ഒരു ഫിഗർ ആണ് നമ്മുടെ ഓട്ടോക്ലേവിനും ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ദ ജനറൽ പ്രഷർ അറ്റ് വിച്ച് ദ ഓട്ടോക്ലേവ് ഈസ് ഓപ്പറേറ്റഡ്. നമ്മുടെ ഓട്ടോക്ലേവ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു നോർമൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന നോർമൽ പ്രഷർ എത്രയാണ് ഓട്ടോക്ലേവില്? 5 psi, 20 psi, 15 psi, 40 psi. ഏതാണ് ആൻസർ വരിക? 15 psi ആണ്. ഓക്കെ, 15 psi ആണ്. Generally, the autoclave is operated at a pressure approximately 15 psi 121.5 degrees Celsius. അപ്പൊ ഇതാണ്, ഇത് നിർബന്ധമായിട്ട് ഓർത്തുക. ഒരുപാട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ പ്രഷറും ടെമ്പറേച്ചറും. ഓക്കെ, അപ്പൊ നമ്മുടെ ഓട്ടോക്ലേവ് ഏത് ടെമ്പറേച്ചറിലാണ് അത് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്? 15 psi പ്രഷറിൽ 121.5 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, അപ്പൊ ഈ ഓട്ടോക്ലേവിന്റെ ടെമ്പറേച്ചറും പ്രഷറും ഓർത്തു വെക്കുക. നമ്മളിവിടെ പ്രഷർ കൂട്ടുന്നതനുസരിച്ച് അതിന്റെ പ്രഷറിൽ ഡിഫറൻസ് വരുമ്പോൾ അവിടെ ടെമ്പറേച്ചറിലും ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോ 15 സൈല് 121.5 ഡിഗ്രി സെൽഷ്യസ് നോർമൽ ആയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓട്ടോക്ലേവ് വർക്ക് ചെയ്യുന്നത്. Which of the following instrument is used to perform tyndallization? ടിൻഡലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? ഓട്ടോക്ലേവ്, സ്റ്റീം അർനോട്ട്, ഗ്യാസ് ഓവൻ, ഇൻക്യുബേറ്റർ. നമ്മൾ ഈ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് പഠിച്ചിട്ടുണ്ട് സ്റ്റെറിലൈസേഷനിൽ അല്ലെ? ഇപ്പൊ ഈ മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡിന് 3 ടൈപ്സ് ഉണ്ട്. ബിലോ 100 ഡിഗ്രി, അറ്റ് 100 ഡിഗ്രി, എബവ് 100 ഡിഗ്രി. ബിലോ 100 ഡിഗ്രി ആണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഇൻസ്പിസേഷൻ എന്ന് പറയും. നമ്മുടെ എഗ് മീഡിയ, സീറം, അതായത് നമ്മുടെ എഗ് അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ
നമ്മുടെ സീറം അടങ്ങിയിട്ടുള്ള മീഡിയാസ് ഒക്കെ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുക? ഇൻസ്പിസേഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. ദെൻ അറ്റ് 100 ഡിഗ്രിയിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക? ടിൻഡലൈസേഷൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്? സ്റ്റീം അർനോഡാണ് അല്ലെ? സ്റ്റീം അർനോഡാണ്. ഓട്ടോക്ലേവ് ആണോ? അല്ല, സ്റ്റീം അർനോഡാണ്. ടിൻഡലൈസേഷൻ ആൾസോ കാൾഡ് ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ്. അപ്പൊ ടിൻഡലൈസേഷന്റെ മറ്റൊരു പേരാണ് ഒന്നല്ലെങ്കിൽ ഫ്രാക്ഷണൽ സ്റ്റെറിലൈസേഷൻ, അല്ലെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഡിസ്കണ്ടിന്യൂസ് ഹീറ്റിംഗ് എന്ന് പറയും. ഇസ് എ ഫോം ഓഫ് സ്റ്റെറിലൈസേഷൻ ദാറ്റ് ഇൻവോൾവ് ബോയിലിംഗ് ദ goods to be sterilized in their cans or jar at 100 degree centrifuge for about 15 to 20 minutes a day for 3 days. ഓക്കെ, അപ്പൊ എന്താണ്? 100 ഡിഗ്രിയിലാണ് നമ്മൾ അത് ഓർത്ത് വെക്കുക. ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ 100 ഡിഗ്രി ആണ്. ഇൻസ്പിസേഷൻ എന്ന് പറഞ്ഞാൽ ബിലോ 100 ഡിഗ്രി ആണ്. ദെൻ ഓട്ടോക്ലേവ് എന്താണ്? എബവ് 100 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ടിൻഡലൈസേഷൻ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? നമ്മുടെ ഷുഗർ മീഡിയ, ഓക്കെ, അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടിൻഡലൈസേഷൻ യൂസ് ചെയ്യുക. For tindelization or fractional sterilization, the apparatus used is the steam Arnold. However, an autoclave can also be used if a free-flowing steam is used. അപ്പൊ ഇവിടെ യൂസ് ചെയ്യുന്നത് ഓർത്ത് വെക്കാം, ഏതാണ്? സ്റ്റീം അർനോഡ് ആണ്. ആ ഒരു ഇൻസ്ട്രുമെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്നതാണ് ഈ ഓട്ടോക്ലേവും. നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പഠിച്ചിട്ടുണ്ട്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനിൽ വരുന്ന മെത്തേഡ്സ് ആണ് നമ്മുടെ ഇൻസ്പിസേഷനും ടിൻഡലൈസേഷനും ഓട്ടോക്ലേവും. എങ്ങനെയാണ് ഈ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ വഴി മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിച്ച് കളയുന്നത്? എന്തൊക്കെ ചെയ്യും? ഡീനാച്ചുറേഷൻ ആൻഡ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. അവയുടെ പ്രോട്ടീനെ ഡീനാച്ചുറേറ്റ് ചെയ്യും, കൊയാഗുലേറ്റ് ചെയ്യും. എൻസൈമിനെ ഡീനാച്ചുറേറ്റ് ചെയ്യും. then എന്താണ്? പ്രോട്ടീൻസിനെ കൊയാഗുലേറ്റ് ചെയ്യും. then എന്തൊക്കെയാണ്? ഇൻസ്പിസേഷനും ടിൻഡലൈസേഷനും ഓട്ടോക്ലേവും ആണ് നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻസ്പിസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം ബിലോ 100 ഡിഗ്രി സെൽഷ്യസ്. ടിൻഡലൈസേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റീം അറ്റ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ സ്റ്റീം എബവ് 100 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ഓക്കെ, then എന്താണ്? അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഹിബിറ്റ് DNA റെപ്ലിക്കേഷൻ? ഓക്കെ, ഇത് നമ്മുടെ റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു ടോപ്പിക്കിന് കീഴിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോ ഏത് റേഡിയേഷൻ യൂസ് ചെയ്യുമ്പോഴാണ് മൈക്രോ ഓർഗാനിസത്തിന്റെ DNA റിപ്ലിക്കേഷനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്? ഏതാണ്? ഏതൊക്കെയുണ്ട്? കാഥോഡ് റേസ്, UV ലൈറ്റ്, എക്സ്റേ, ഗാമാറേ. ഏതാണ്? UV ലൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഒരു മൈക്രോ ഓർഗാനിസത്തിന്റെ ജെനറ്റിക് മെറ്റീരിയൽസിനെ അൾട്ടർ ചെയ്തിട്ട് അവയെ നശിപ്പിച്ച് കളയുന്നത് ഏതാണ്? UV ലൈറ്റ്, അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ്, അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആണ്. ഓക്കെ, അപ്പൊ അൾട്രാ വയലറ്റ് റേഡിയേഷനിൽ എന്താണ് ചെയ്യുക? സാധാരണ നമ്മുടെ DNA അഡിനിൻ ഏതുമായിട്ടാണ്, തൈമിൻ ഏതുമായിട്ടാണ് പെയർ ചെയ്യുക? അഡിനുമായിട്ടാണ് അല്ലെ? അഡിനിനും തൈമിനുമാണ് പെയർ ചെയ്യുക. എന്നാൽ ഈ അൾട്രാ വയലറ്റ് റേഡിയേഷൻ യൂസ് ചെയ്യുമ്പോൾ തൈമിൻ ഡയമേഴ്സ് ഫോം ചെയ്യും. അതായത് തൈമിനുമായിട്ട് പെയർ ചെയ്യും. അപ്പൊ എന്താണ്? നമ്മുടെ DNA അവിടെ ആ ജനറ്റിക് മെറ്റീരിയൽസിന്റെ അത് അൾട്രാ ആയി. ഓക്കെ, ഓക്കെ, അപ്പോ ഏതാണ്? UV ലൈറ്റ് ആണ്. UV light is absorbed by many cellular materials, but most significantly by the nucleic acid, where it does the most damage. അപ്പോ നമ്മുടെ എല്ലാ സെല്ലുലാർ മെറ്റീരിയൽസ് എല്ലാം തന്നെ UV-നെ അബ്സോർബ് ചെയ്യും. എന്നാൽ കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്നത് എവിടെയാണ്? നമ്മുടെ ന്യൂക്ലിക് ആസിഡിലാണ്. ഓക്കെ, അത് ജനറ്റിക് മെറ്റീരിയൽസിലാണ്. എന്താ ചെയ്യുന്നത്? പിരിഡിൻ ഡൈമേഴ്സ് ആർ ഫോംഡ്. അതായത് പിരിഡിൻ ഡൈമേഴ്സ് ഫോം ചെയ്യും. then formed due to which DNA replication is inhibited and mutation can be result. ഇപ്പൊ ഇതിന് എക്സാമ്പിൾ ആണ് തൈമിൻ ഡൈമേഴ്സ് ഫോം ചെയ്യും. തൈമിൻ ഡൈമേഴ്സ്, അത് തൈമിനും ബോണ്ട് ചെയ്യും. തൈമിന് അഡിനുമായിട്ടല്ലേ കമ്പൈൻ ചെയ്യേണ്ടത്, പക്ഷെ അതിന് പകരം തൈമിനുമായിട്ട് തൈമിൻ ഡൈമേഴ്സ് അവിടെ ഫോം ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ DNA നശിപ്പിച്ച് കളയുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ആൻസർ ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇൻഹിബിറ്റ് DNA റിപ്ലിക്കേഷൻ? ഏതാണ് വരിക? അൾട്രാ വയലറ്റ് ലൈറ്റ് ആണ് വരിക. Then the process in which all living cells, spores and viruses are completely destroyed from an object is called. അതായത് ഒരു ഒബ്ജക്റ്റിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് എന്താണ്? അതിന്റെ സ്പോർസും വൈറസിനൊക്കെ കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്യാം. ഓക്കെ, കംപ്ലീറ്റ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം. വെജിറ്റേറ്റീവ് പാർട്സ് മാത്രമല്ല, അതിന്റെ സ്പോർസും അതിനെ കംപ്ലീറ്റ് ആയിട്ട് 100% റിമൂവൽസ്. അതിന് പറയുന്ന പേരെന്താണ്? ഡിസിൻഫെക്ഷൻ ആണോ, പാസ്ചറൈസേഷൻ ആണോ, സ്റ്റെറിലൈസേഷൻ ആണോ, ആന്റിസെപ്സിസ് ആണോ? ഏതാ ആൻസർ വരിക? സ്റ്റെറിലൈസേഷൻ ആണ് അല്ലെ?
സ്റ്റെറിലൈസേഷനെയാണ് നമ്മൾ 100% റിമൂവൽ എന്ന് പറയുന്നത്. എന്താ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ? ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ മാത്രമേ നമ്മളവിടെ റിമൂവ് ചെയ്യുകയുള്ളൂ. എന്നാൽ സ്റ്റെറിലൈസേഷനിൽ നമ്മൾ എന്താണ്, അവിടെ കംപ്ലീറ്റ് മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ റിമൂവ് ചെയ്ത് കളയും. ഓക്കെ. Disinfection is the killing of infectious agent outside the body by direct exposure to chemical or physical agent. എന്തെങ്കിലും ഒരു ഫിസിക്കൽ ഏജന്റോ അല്ലെങ്കിൽ കെമിക്കൽ ഏജന്റോ യൂസ് ചെയ്തിട്ട് ഇൻഫെക്ഷ്യസ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിച്ച് കളയുന്ന മെത്തേഡാണ് ഡിസിൻഫെക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ ആന്റിസെപ്സിസ് എന്ന് പറഞ്ഞാല്? ആന്റിസെപ്സിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലിവിങ് ടിഷ്യൂസിൽ നിന്നും മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിച്ച് കളയുക. ഓക്കെ, നമ്മുടെ ലിവിങ് ടിഷ്യൂസിൽ അതായത് നമ്മുടെ ലിവിങ് ടിഷ്യൂസിൽ അപ്ലൈ ചെയ്യുന്നതാണ് ഡിസിൻഫെക്റ്റന്റിന്റെ പേരാണ് ആന്റിസെപ്റ്റിക് എന്ന് പറയുന്നത്. ഓക്കെ. പാസ്ചറൈസേഷൻ എന്താണ്? പാസ്ചറൈസേഷൻ പ്രോസസ് എലിമിനേറ്റ് ഓൾ പാത്തോജനിക് ബാക്ടീരിയ ത്രൂ തെർമൽ ട്രീറ്റ്മെന്റ് അറ്റ് എ ഫിക്സ്ഡ് ടെമ്പറേച്ചർ ഓവർ എ പീരീഡ്. അതായത് ഒരു ഫിക്സ്ഡ് ടെമ്പറേച്ചർ ഒരു ഫിക്സ്ഡ് ടൈമിൽ കൊടുത്തിട്ട് തെർമൽ ട്രീറ്റ്മെന്റ് വഴി പാത്തോജനിക് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇവയെല്ലാം തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ. അപ്പൊ കംപ്ലീറ്റ് റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസം എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റെറിലൈസേഷൻ. ഓക്കെ. ബയോളജിക്കൽ കൺട്രോൾ യൂസ്ഡ് ഇൻ ഹോട്ട് എയർ ഓവൻ. എന്താ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറഞ്ഞാല്? നമ്മളിപ്പോ സ്റ്റെറിലൈസേഷൻ നടത്തുമ്പോൾ ആ സ്റ്റെറിലൈസേഷൻ കംപ്ലീറ്റ് ആയോ? അതായത് ഓരോ ഇൻസ്ട്രുമെന്റിനും ഓരോ ടെമ്പറേച്ചർ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മുടെ ഹോട്ട് എയർ ഓവന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 160°C ആണ്. ആ 160°C അത് എത്തിയോ? ആ 160°C അറ്റൈൻ ചെയ്താൽ മാത്രമേ എന്താവുകയുള്ളൂ? അവിടെ സ്റ്റെറിലൈസേഷൻ ആ ഇൻസ്ട്രുമെന്റ് നടത്തുകയുള്ളൂ. ഓക്കെ. അപ്പോ ആ 160°C ആയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിസിക്കൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് യൂസ് ചെയ്യും, കെമിക്കൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് യൂസ് ചെയ്യും, ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ മെത്തേഡ് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന ആ ഒരു ഇതിനെയാണ് നമ്മൾ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുക. അപ്പൊ ബയോളജിക്കൽ മെത്തേഡ് ആണെങ്കിൽ അതിനെ ബയോളജിക്കൽ കൺട്രോൾ എന്ന് പറയും. ഓക്കെ. ഫിസിക്കൽ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തെർമോമീറ്റർ ആണ്. നമുക്ക് തെർമോമീറ്റർ വെച്ചിട്ട് നമുക്ക് ടെമ്പറേച്ചർ എത്രയായി 160 ആയോ നമുക്ക് അതിനെ നോട്ട് ചെയ്യാൻ പറ്റും. ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസത്തെ നമ്മൾ അതിന്റെ കൂടെ വെക്കും. അപ്പൊ ആ മൈക്രോ ഓർഗാനിസം നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ ആ ടെമ്പറേച്ചർ അറ്റൈൻ ചെയ്തു എന്നാണ് അർത്ഥം. ഓക്കെ. അപ്പൊ ഇവിടെ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹോട്ട് എയർ ഓവനില് ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ്, ക്ലോസ്ട്രിഡിയം ടെറ്റനി, ക്ലോസ്ട്രിഡിയം ബോട്ടുലിനും, ആൾ ഓഫ് ദ എബോ. ഏതാ ആൻസർ വരിക? ക്ലോസ്ട്രിഡിയം ടെറ്റനിയാണ് ആൻസർ. ഓക്കെ. നമ്മുടെ ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ് ഏതിലാ വരിക? അത് ഓട്ടോക്ലേവിലാണ്. ഓക്കെ. അപ്പൊ ഇത് രണ്ടും മാറിപ്പോവരുത്. ഹോട്ട് എയർ ഓവനിൽ ഏതാണ്? ക്ലോസ്ട്രിഡിയം ടെറ്റനി ആണ്. നമ്മുടെ ഓട്ടോക്ലേവിൽ ഏതാണ്? ബാസിലസ് സ്റ്റീറോ തെർമോഫിലസ് ആണ്. വർക്കിംഗ് ടെമ്പറേച്ചർ ഫോർ സ്റ്റെറിലൈസേഷൻ ഇൻ ഹോട്ട് എയർ ഓവൻ. ഇതാണ് വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. 160°C ആണ്. ഓക്കെ. ഈ 121°C ഏതിന്റെയാണ്? 121 നമ്മുടെ ഓട്ടോക്ലേവിന്റെ ആണ്. ടെമ്പറേച്ചർ മാറിപ്പോകരുത്. 160°C ആണ് ഏതിന്റെ? ഹോട്ട് എയർ ഓവന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഗ്ലാസ് വെയേഴ്സ് ആർ സ്റ്റെറിലൈസ്ഡ് ബൈ ഓട്ടോക്ലേവ്, ഹോട്ട് എയർ ഓവൻ, ടിൻഡലൈസേഷൻ, ഫ്ലെയിം ഹീറ്റിംഗ്. നമ്മുടെ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതാ യൂസ് ചെയ്യുന്നത്? ഹോട്ട് എയർ ഓവൻ ആണ്. ഓക്കെ. ഹോട്ട് എയർ ഓവൻ ആണ് യൂസ് ചെയ്യുന്നത്. ഓട്ടോക്ലേവ് എന്തിനാ യൂസ് ചെയ്യുക? ഓട്ടോക്ലേവ് നമ്മുടെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതുപോലെ ഇപ്പോ റബ്ബർ ആർട്ടിക്കിൾസ്, റബ്ബർ പ്ലാസ്റ്റിക് ആർട്ടിക്കിൾസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓട്ടോക്ലേവ് യൂസ് ചെയ്യുക. ഇപ്പൊ ഗ്ലാസ് വെയേഴ്സ് ഒക്കെ യൂസ് ചെയ്യുക ഏതിലാണ്? ഹോട്ട് എയർ ഓവൻ ആണ്. ടിൻഡലൈസേഷൻ എന്തിനാണ്? നമ്മുടെ ഷുഗർ കണ്ടെയ്നിങ് മീഡിയാസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫ്ലെയിം ഹീറ്റിംഗ്. ഫ്ലെയിം ഹീറ്റിംഗ് നമുക്കറിയാം, നമ്മുടെ ഗ്ലാസ് റോഡ്, സ്പാച്ചുല അല്ലെ? ഓക്കെ. അപ്പൊ അതൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്ലെയിം ഹീറ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഇതിന്റെ ഹോട്ട് എയർ ഓവൻ. ഓക്കെ. ഹോട്ട് എയർ ഓവനെ കുറിച്ചിട്ട് ഇവിടെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. എ ഡബിൾ വാൾഡ് ഇന്നർ ആൻഡ് ഔട്ടർ വാൾ ഇൻസ്ട്രുമെന്റ് പ്രൊട്ടക്ട് വിത്ത് ആസ്ബെറ്റോ ഷീറ്റ് ടു അവോയ്ഡ് ഹീറ്റ് ലോസ്. ഹോട്ട് എയർ ഓവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡബിൾ വാൾഡ് ഇൻസ്ട്രുമെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? അവിടെ ഹീറ്റ് ലോസ് അധികം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ആസ്ബെറ്റോ ഷീറ്റ് യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡബിൾ വാൾഡ് ഇൻസ്ട്രുമെന്റ് ആണ് ഹോട്ട് എയർ ഓവൻ എന്ന് പറയുന്നത്. തെർമോസ്റ്റാറ്റ് ആൻഡ് ടൈമർ ആർ പ്രസന്റ്. അതിൽ എന്തുണ്ടായിരിക്കും? ഒരു തെർമോസ്റ്റാറ്റ് ഉണ്ടായിരിക്കും, ഒരു ടൈമർ ഉണ്ടായിരിക്കും. നമ്മുടെ കോണിക്കൽ ഫ്ലാസ്ക്, ബീക്കേഴ്സ്, പെട്രി ഡിഷസ്, പിപ്പറ്റ്സ്, ദെൻ ഓയിൽസ്, പൗഡേഴ്സ്. ഓക്കെ. അപ്പൊ ഓയിൽസ്, പൗഡേഴ്സ്, ദെൻ എന്താണ്? കാനുല, ഫോർസെപ്സ്, സ്കാൽപ്സ്, ഓയിൽസ്, പെട്രോളിയം ജെല്ലി, വാക്സി, ലിക്വിഡ് പാരഫിൻ പൗഡേഴ്സ്, ഡസ്റ്റിംഗ് പൗഡേഴ്സ്. അപ്പൊ ഇതൊക്കെ നമുക്ക് ഹോട്ട് എയർ ഓവൻ വഴി നമുക്ക് യൂസ് ചെയ്യാൻ, സ്റ്റെറിലൈസ് ചെയ്യാൻ കഴിയും. പിന്നെ ഹോട്ട് എയർ ഓവന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 160°C ആണ്. ഇവിടെ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ കൺട്രോൾ എന്ന് പറയുന്നത് കെമിക്കൽ കൺട്രോൾ ബ്രൗണീസ് ട്യൂബ് ആണ്. ഓക്കെ. അതായത് ആ ബ്രൗണീസ് ട്യൂബ് നമ്മൾ അതിന്റെ കൂടെ വെക്കും. ദെൻ എന്താണ്? അതിൽ കളർ ചേഞ്ച്,
അതായത് റെഡ് ടു ഗ്രീൻ ആയാൽ, റെഡ് കളർ ടു ഗ്രീൻ കളർ ആയാൽ എന്താണ് അവിടെ സ്റ്റെറിലൈസേഷൻ നടന്നു എന്നാണ് അർത്ഥം. ഓക്കെ, ദെൻ ബയോളജിക്കൽ കൺട്രോളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? പേപ്പർ സ്ട്രിപ്പ് കണ്ടെയ്നിങ് സ്പോർസ് ഓഫ് ക്ലോസ്ട്രിഡിയം ടെറ്റനി. ക്ലോസ്ട്രിഡിയം ടെറ്റനി എന്ന് പറഞ്ഞ മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർസ് അടങ്ങിയിട്ടുള്ള പേപ്പർ സ്ട്രിപ്സ് ആണ് നമ്മൾ ബയോളജിക്കൽ കൺട്രോൾ ആയിട്ട് ഹോട്ട് എയർ ഓവനിൽ യൂസ് ചെയ്യുന്നത്. വിച്ച് വൺ ഈസ് മോയിസ്റ്റ് ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് മോയിസ്റ്റ്? നമ്മൾ ഡ്രൈ ഹീറ്റ് സ്റ്റെറിലൈസേഷനും ഉണ്ട്, മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ മോയിസ്റ്റ് ഹീറ്റ് സ്റ്റെറിലൈസേഷൻ ഏതാണ്? മോയിസ്റ്റ് ഹീറ്റില് ഹോട്ട് എയർ ഓവൻ ഉണ്ട്, ഓട്ടോക്ലേവ്, ഇൻസിനറേഷൻ, ഫ്ലെയിമിങ്. അപ്പൊ ഇതിൽ ഏതാണ് വരിക? മോയിസ്റ്റ് ഹീറ്റ് ഹോട്ട് എയർ ഓവൻ എന്താണ്? ഡ്രൈ ഹീറ്റ് മെത്തേഡ് ആണ്. ഓക്കെ, ഇൻസിനറേഷനും ഫ്ലെയിമിങ്ങും എന്താണ്? ഡ്രൈ ഹീറ്റ് മെത്തേഡ് ആണ്. ഏതാണ് വരിക? ഓട്ടോ ക്ലേവ് ആണ് വരിക. ഓക്കെ, ഇവിടെ നോക്കൂ, നമ്മുടെ ഹീറ്റ് വഴി നമുക്ക് സ്റ്റെറിലൈസേഷൻ ഹീറ്റ് വഴി നമുക്ക് ചെയ്യാം. അപ്പൊ അത് ഡ്രൈ ഹീറ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, മോയിസ്റ്റ് ഹീറ്റും യൂസ് ചെയ്യുന്നുണ്ട്. ഡ്രൈ ഹീറ്റിൽ വരുന്നത് ഏതൊക്കെയാണ്? റെഡ് ഹീറ്റ്, ഫ്ലെയിമിങ്, ഇൻസിനറേഷൻ, ഹോട്ട് എയർ ഓവൻ. ദെൻ മോയിസ്റ്റ് ഹീറ്റിൽ ഏതൊക്കെയാണ് വരുന്നത്? ഓട്ടോക്ലേവ്, ടിൻഡലൈസേഷൻ, ഇൻസ്പിസേഷൻ. മെത്തേഡ് യൂസ്ഡ് ടു സ്റ്റെറിലൈസ് മീഡിയ കണ്ടെയ്ൻ എഗ് ഓർ സീറം. അപ്പൊ നമ്മുടെ എഗ് അല്ലെങ്കിൽ സീറം കണ്ടെയ്നിങ് മീഡിയാസ് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമ്മൾ പഠിച്ച ലോവസ്റ്റീൻ, ജെൻസൺ മീഡിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോ അതൊക്കെ എഗ് അല്ലെങ്കിൽ സീറം അടങ്ങിയിട്ടുള്ള മീഡിയാസ് ആണ്. ലോഫ്ലേഴ്സ് സ്ലോപ്പ് സീറം മീഡിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം മീഡിയാസ്, എഗ് അല്ലെങ്കിൽ സീറം അടങ്ങിയിട്ടുള്ള മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹോട്ട് എയർ ഓവൻ ആണോ, ഓട്ടോക്ലേവ് ആണോ, ഇൻസ്പിസേഷൻ ആണോ, ടിൻഡലൈസേഷൻ ആണോ? ഏതാണ്? ഇൻസ്പിസേഷൻ ആണ്. ഓക്കെ, ഇത് മറക്കരുത്, ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ട് മാറരുത്. ഏതാണ്? ഇൻസ്പിസേഷൻ ആണ് നമ്മൾ എഗ് അല്ലെങ്കിൽ സീറം കണ്ടെയ്നിങ് മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇൻസ്പിസേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ പേരെന്താണ്? ഇൻസ്പിസേറ്റർ. യൂസ്ഡ് ടു സ്റ്റെറിലൈസ് കൾച്ചർ മീഡിയ സച്ച് ആസ് സീറം ഓർ എഗ് മീഡിയം, ലോവൻസ്റ്റൈൻ, ജെൻസൺ ആൻഡ് ലോഫ്ലേഴ്സ് സീറം സ്ലോപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഡോർസെറ്റ്സ് എഗ് മീഡിയം. ഒന്നല്ലെങ്കിൽ ലോവൻസ്റ്റൈൻ, ജെൻസൺ മീഡിയം എന്ന് തരും, അല്ലെങ്കിൽ എന്താണ് ലോഫ്ലേഴ്സ് സീറം മീഡിയം, അല്ലെങ്കിൽ ഡോർസെറ്റ്സ് എഗ് മീഡിയം. ഇതൊക്കെ ഒരു മീഡിയാസിന്റെ പേരാണ്. ഓക്കെ, കൾച്ചർ മീഡിയത്തിന്റെ പേരാണ് ഡോർസെറ്റ്സ് എഗ് മീഡിയം. അപ്പൊ ഇതിനെയൊക്കെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എഗ് അല്ലെങ്കിൽ സീറം കണ്ടെയ്നിങ് മീഡിയാസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻസ്പിസേഷൻ. അതായത് അതിന് അത്ര വലിയ ടെമ്പറേച്ചർ വേണ്ട, ബിലോ 100 ഡിഗ്രിയിലാണ് നമ്മൾ ഇൻസ്പിസേഷൻ നടത്തുക. യൂസ്ഡ് ടു സ്റ്റെറിലൈസ് മീഡിയ വിച്ച് കണ്ടെയ്ൻ എഗ് ആൻഡ് സീറം. Media heated at 80 to 85 degrees Celsius for half an hour on 3 consecutive days. എന്താണ്? 80 to 85 degrees Celsiusൽ ഹാഫ് അവർ, 3 days ഹാഫ് അവർ വെച്ചിട്ട് 80 to 85 degrees Celsiusലാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുക? ഇവിടെ സ്റ്റെറിലൈസേഷൻ നടത്തുക. ഓക്കെ, ഇതിനെങ്ങനെയാണ് ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചർ? അതായത് മൈക്രോ ഓർഗാനിസം കിൽ ചെയ്യണമെങ്കിൽ ഏകദേശം 100 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം അല്ലെ? അപ്പൊ ഇത്ര കുറഞ്ഞ ടെമ്പറേച്ചറിൽ എങ്ങനെയാണ് ഈ ഇൻസ്പിസേഷൻ വഴി നമുക്ക് ഈ 100% റിമൂവൽ നടക്കുന്നത്? ആദ്യം അതിന്റെ എന്ത് ചെയ്യും? വെജിറ്റേറ്റീവ് ഫോംസിനെ എന്ത് ചെയ്യും? കിൽ ചെയ്യും. പിന്നെ എന്താണ്? അതിൽ നിന്നും സ്പോർസ് ജെർമിനേറ്റ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ഈ സ്പോർസ് എന്തായി മാറും? വെജിറ്റേറ്റീവ് ഫോംസ് ആയിട്ട് മാറും. ദെൻ വീണ്ടും നമ്മൾ ഹീറ്റ് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂന്റ് ഹീറ്റിംഗ് മെത്തേഡ് വഴിയാണ് നമ്മൾ ഇതിനെ കില്ല് ചെയ്യുന്നത്. അപ്പൊ എന്താ പറയുന്നത്? ഈ ഇൻസ്പിസേഷനിൽ നമ്മൾ വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ മാത്രമേ യൂസ് ചെയ്യുന്നതുള്ളൂ. ഓക്കെ, ഒരു മൈക്രോ ഓർഗാനിസത്തെ കില്ല് ചെയ്യണമെങ്കിൽ നമുക്ക് ചില മൈക്രോ ഓർഗാനിസം ഒക്കെ കില്ല് ചെയ്യാൻ അത്യാവശ്യം നല്ല ഹൈ ടെമ്പറേച്ചർ വേണം. നമ്മൾ ഇൻസ്പിസേഷനിൽ നമ്മൾ 80 to 85 ഡിഗ്രി സെൽഷ്യസ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പൊ നമ്മളൊരു മൈക്രോ ഓർഗാനിസത്തിന്റെ സ്പോർസിനെ നമ്മൾ റിമൂവ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? നല്ല ടെമ്പറേച്ചർ കൊടുക്കണം. വെജിറ്റേറ്റീവ് ഫോംസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് മതി? വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ മതി. എന്നാൽ അതിന്റെ സ്പോർസും കൂടി റിമൂവ് ചെയ്താൽ മാത്രമേ അവിടെ സ്റ്റെറിലൈസേഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ ആ സ്പോർസിനെ എങ്ങനെയാണ് ഇവിടെ ഇത്രയും കുറഞ്ഞ ടെമ്പറേച്ചറിൽ റിമൂവ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുക? ആദ്യം ഈ വെജിറ്റേറ്റീവ് ഫോംസിനെ കില്ല് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ വെജിറ്റേറ്റീവ് ഫോംസിനെ കില്ല് ചെയ്തു. ഇതിനെന്താണ്? അതിൽ നിന്നും സ്പോർസ് ഉണ്ടായിരിക്കും. അപ്പൊ നമ്മളിവിടെ 3 days വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അതിലുള്ള ആ സ്പോർസ് എന്തായാലും ജെർമിനേറ്റ് ചെയ്തിട്ട് അത് വെജിറ്റേറ്റീവ് ഫോംസിലേക്ക് മാറും. അതായത് നമ്മൾ വീണ്ടും പിറ്റേ ദിവസം 3 days വെച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ വീണ്ടും നമ്മളിങ്ങനെ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ എന്താണ്? ആ വെജിറ്റേറ്റീവ് ഫോംസ് നശിക്കും. അങ്ങനെ ഫുൾ സ്പോർസ് ജെർമിനേറ്റ് ചെയ്യുന്നു, വെജിറ്റേറ്റീവ് ഫോംസിനെ നമ്മൾ നശിപ്പിക്കുന്നു. ഓക്കെ, അങ്ങനെ സബ്സിക്വന്റ് ഹീറ്റിംഗ്. ഓക്കെ, അങ്ങനെ കോൺസിക്യൂട്ടീവ് ഡേയ്സിൽ നമ്മൾ ടെമ്പറേച്ചർ കൊടുത്തിട്ടാണ് ഒരു 100% റിമൂവ് അല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ആ ഒരു പ്രോസസ്സ് ഇവിടെ ഇൻസ്പിസേഷൻ വഴി നടത്തുന്നത്. ബാക്ടീരിയ യൂസ്ഡ് ആസ് ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ ഇൻ ഓട്ടോക്ലേവ്.
വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ബയോളജിക്കൽ സ്റ്റെറിലൈസേഷൻ കൺട്രോൾ. ഹോട്ട് എയർ ഓവനിൽ ഏതായിരുന്നു നമ്മൾ പഠിച്ചു? ഹോട്ട് എയർ ഓവനിൽ ഏതായിരുന്നു? ക്ലോസ്ട്രിഡിയം ടെറ്റിനി ആയിരുന്നു അല്ലെ? എന്നാൽ നമ്മുടെ ഓട്ടോക്ലേവിൽ ഏതാണ്? ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങോട്ട് ഇങ്ങോട്ട് മാറരുത്. ഹോട്ട് എയർ ഓവനിൽ ക്ലോസ്ട്രിഡിയം ടെറ്റനി, ദെൻ നമ്മുടെ ഓട്ടോക്ലേവിൽ ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് ആണ്. ഇതാ ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന കെമിക്കൽ മെത്തേഡ് എന്ന് പറയുന്നത് ബ്രൗണീസ് ട്യൂബ് ആണ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റർ ഏതാണ്? സ്പോർസ് ഓഫ് ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് യൂസ്ഡ് ആസ് ടെസ്റ്റ് ഓർഗാനിസം ആസ് ഇറ്റ് ഈസ് ദ ടഫസ്റ്റ് ഓർഗാനിസം ഫോർ ആൻ ഓട്ടോക്ലേവ് ടു ഡിസ്ട്രോയ്. അതായത് ഒരു ഈ ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് എന്ന് പറഞ്ഞാൽ അത്രയും ഹൈ ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രം നശിക്കുന്ന അതിന്റെ സ്പോർസ് നശിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോ വളരെ ടഫാണ് അതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പോ ആ ഒരു ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസിന്റെ സ്പോർസ് നശിച്ചു പോയി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? 100% സ്റ്റെറിലൈസേഷൻ നടന്നു എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ ഓട്ടോക്ലേവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ബാസിലസ് സ്റ്റിയറോ തെർമോഫിലസ് ആണ്. ഓക്കെ, then എന്താണ്? വാട്ട് ആർ അയണൈസിങ് റേഡിയേഷൻ? നമ്മൾ റേഡിയേഷൻ യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ അയണൈസേഷൻ റേഡിയേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോൺ അയണൈസിങ് റേഡിയേഷനും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അയണൈസിങ് റേഡിയേഷനെ നമ്മൾ കോൾഡ് അയണൈസേഷൻ എന്നും പറയും അല്ലെ? കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്നും പറയും. അപ്പൊ ഏതൊക്കെ? ഓക്കെ, നമ്മുടെ JSAക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാല് മെത്തേഡിന് ഏതാണെന്ന്. അപ്പൊ ഏതാണ്? അയണൈസിങ് റേഡിയേഷൻ ആണ് അല്ലെ? അപ്പൊ ഏതൊക്കെയാണ് അയണൈസിങ് റേഡിയേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്? എക്സ്റേ, ഗാമാറേ, UV റേ, ബോത്ത് എ ആൻഡ് ബി. ഏതാ ആൻസർ വരിക? എക്സ്റേയും ഗാമാറേയും. ഓക്കെ, അപ്പൊ ബോത്ത് എ ആൻഡ് ബി ആണ് ഇതിന്റെ ആൻസർ വരിക. റേഡിയേഷൻ നമ്മൾ 2 ടൈപ്പ് ഓഫ് റേഡിയേഷൻ യൂസ് ചെയ്യുന്നുണ്ട്, അയണൈസിങ് റേഡിയേഷൻ ആൻഡ് നോൺ അയണൈസിങ് റേഡിയേഷൻ. അയണൈസിങ് റേഡിയേഷൻ നമ്മൾ എന്ത് പറയും? കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എന്ന് പറയും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഗാമാ റേസ് ആൻഡ് എക്സ്റേ. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? ഹൈലി പെനിട്രേറ്റിംഗ് പവർ ആണ് നമ്മുടെ സെൽസിനും ടിഷ്യൂസിനും ഉള്ളത്. ഹൈ പെനിട്രേറ്റിംഗ് പവർ ആണ്. ഓക്കെ, ദെൻ ഇവ എന്താണ് ചെയ്യുക? നമ്മുടെ പാർട്ടിക്കിൾസിൽ നിന്നും ഇലക്ട്രോൺസിനെ നോക്കൌട്ട് ചെയ്യും. നോക്കൌട്ട് ചെയ്തിട്ട് അതിനെ അയണൈസ് ചെയ്യും. ഓക്കെ, ഓക്കെ, എന്താണ് ചെയ്യുക? നമ്മുടെ ഇലക്ട്രോൺസിനെ പാർട്ടിക്കിൾസിൽ നിന്നും നോക്കൌട്ട് ചെയ്തിട്ടാണ് അയണൈസിങ് റേഡിയേഷൻ മെത്തേഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ എന്താണ്? ഇവ ഹൈഡ്രജൻ ഹൈഡ്രോക്സിൽ റാഡിക്കൽസ് ഫോം ചെയ്യും, പെറോക്സൈഡ് റാഡിക്കൽസ് ഫോം ചെയ്യും, ദെൻ അവയുടെ ഇന്റർ സെല്ലുലാർ ഡാമേജ് നടത്തും. ഇത് നമ്മുടെ ഈ കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് എവിടെയാണ് യൂസ് ചെയ്യുക? നമ്മൾ ഹൈ ടെമ്പറേച്ചർ ഒന്നും യൂസ് ചെയ്തിട്ട് സ്റ്റെറിലൈസ് ചെയ്യാൻ പറ്റാത്ത നമ്മുടെ ഫുഡ് മെറ്റീരിയൽസ്, നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ്, ഇവയിലൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? അതായത് ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള മെറ്റീരിയൽസിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോൾഡ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ് അഥവാ അയണൈസിങ് റേഡിയേഷൻ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ നോൺ അയണൈസിങ് റേഡിയേഷൻ എന്താണ്? നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ് UV റേഡിയേഷൻ എന്ന് പറയുന്നത്. UV റേഡിയേഷൻ എങ്ങനെയാണ്? UV റേഡിയേഷൻ എന്താ ചെയ്യുന്നത്? UV റേഡിയേഷൻ നമ്മൾ DNA അഥവാ ജനറ്റിക് മെറ്റീരിയൽസിനെ അൾട്ടർ ചെയ്യും. ഓക്കെ, അവിടെ നമ്മൾ പറഞ്ഞു നമ്മുടെ UV റേഡിയേഷൻ എന്താ ചെയ്യുക? തൈമിൻ ഡൈമേഴ്സ് ഫോം ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും? നമ്മുടെ മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിച്ച് കളയും. ഓക്കെ, അതെ. പെർസെന്റേജ് ഓഫ് ആൽക്കഹോൾ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്കിൻ ആന്റിസെപ്റ്റിക് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമ്മുടെ സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് ഡിസിൻഫെക്റ്റന്റ്, നമ്മൾ ആൽക്കഹോൾ എന്ന് പറയുന്നത് ഡിസിൻഫെക്റ്റന്റ് ആണ്. അപ്പൊ സ്കിൻ ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ എത്ര പെർസെന്റേജ് ആണ് നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്യേണ്ടത്? ഈ പെർസെന്റേജ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കണം. 90, 70, 50, 60 ഒരുപാട് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇത്. എത്രയാണ്? 70%. ഓക്കെ, ഏതാണ് ആൻസർ വരിക? 70% ആണ് ആൻസർ വരിക. ഓക്കെ, ഈ 70% ഈഥൈൽ ആൽക്കഹോൾ ആണ് നമ്മൾ ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഈ ആൽക്കഹോൾ എങ്ങനെയാ ചെയ്യുന്നത്?
അതിന്റെ ആക്ഷൻ എന്താണ്? ആൽക്കഹോൾ ഡീഹൈഡ്രേറ്റ് സെൽ, ഡിസ്ട്രക്ട് മെംബ്രെയിൻസ് ആൻഡ് കോസ് കൊയാഗുലേഷൻ ഓഫ് പ്രോട്ടീൻ. മൈക്രോ ഓർഗാനിസത്തിന്റെ പ്രോട്ടീൻസിനെ കൊയാഗുലേറ്റ് ചെയ്യും, അവയുടെ മെംബ്രെയിനെ ഡിസ്ട്രപ്റ്റ് ചെയ്യും, ദെൻ സെല്ലിനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. അപ്പൊ ഏതൊക്കെ ആൽക്കഹോൾസ് ആണ് നമ്മൾ ഡിസിൻഫെക്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? ഈഥൈൽ ആൽക്കഹോൾ, ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ ആൻഡ് മീഥൈൽ ആൽക്കഹോൾ. നമ്മുടെ സിലബസിൽ ഡിസിൻഫെക്ഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഇല്ല, പക്ഷേ കെമിക്കൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഡിസിൻഫെക്ഷൻ, നമ്മൾ കെമിക്കൽ ഡിസിൻഫെക്ഷൻ പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ കെമിക്കൽ സ്റ്റെറിലൈൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത്തരം കെമിക്കൽസ്, ഇത്തരം ഡിസിൻഫെക്റ്റൻസ് ആണ്. ഓക്കെ, അപ്പോൾ അതിന്റെ ആപ്ലിക്കേഷൻ എന്താ പറയുന്നത്? 70% ഈഥൈൽ ആൽക്കഹോൾ അഥവാ സ്പിരിറ്റ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആന്റിസെപ്റ്റിക്, സ്കിന്നിലെ ആന്റിസെപ്റ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതൊരു കെമിക്കൽ സ്റ്റെറിലൈസേഷൻ മെത്തേഡിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ എല്ലാവരും റിവിഷൻ, നമ്മുടെ ക്ലാസ് നന്നായിട്ട് കണ്ട ശേഷം മാത്രം ഈ റിവിഷൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ മൊഡ്യൂൾ കഴിഞ്ഞിട്ടില്ല, നമുക്കിനി കൾച്ചർ മീഡിയ ആൻഡ് കൾച്ചർ മെത്തേഡ്സ് കൂടി ഉണ്ട്. ചെറിയ ടോപ്പിക്കാണ്, അപ്പോൾ അത് നമുക്ക് പാർട്ട് 2 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആ ഒരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.